Hello Makale, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர், with me my husband Vasu. வணக்கம். ஓகே, பார்ட் 1, 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னா டிஸ்கிரிப்ஷனில் லிங்க் ஷேர் பண்ணுறோம், போய் பாருங்க. இப்போ பார்ட் 3 போயிடலாம். കണ്ണു കണ്ടവർ മുഴുവൻ ഓടിച്ചിട്ട് തല്ലിയ നിങ്ങളെ മോളെ പേരും പറഞ്ഞ ഇപ്പൊ ഒരു കല്യാണം മുടങ്ങിയിട്ടേ ഉള്ളൂ. അതൊരു കാലത്ത് നടക്കാണ്ട് ആവണ്ടെങ്കിൽ വേഗം വന്ന് പിടിച്ചിട്ട് പോകോളി. കുമ്പക്കാരണിക്ക് പാട്ട് പാടുന്നൊരു തണ്ടാരം അവന്റെ മോള് ആരുമില്ല. ഇയാളിത് എവിടെ പോയി? ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ട് നീയൊക്കെ എന്തോ കുന്താറാ നടന്നത്? അയ്യോ വേലായുധനോട് ചൊരിക്കുന്ന നേരമല്ലടാ. നഷ്ടപ്പെടാൻ വേലായുധന് സ്വന്തമായിട്ട് ഒരു പാലം തരാണെങ്കിൽ തന്നെ ഉള്ളൂ. എന്നെ പറ്റി എന്തിനാണോ പറഞ്ഞോ? ഒരു പാവപ്പെട്ട കുടുംബത്തിനെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്ന നായ്ക്കളെ? ആ സാധു കേളപ്പേട്ട നിങ്ങളോടൊക്കെ എന്ത് ദോഷമാണ് ചെയ്തത്? ജോസഫ് രക്ഷപ്പെട്ടു. മട്ടാഞ്ചേരിന്നോ കുറ്റിച്ചെറിയെന്നോ പപ്പനോ കുപ്പനോ ആരെന്ന് ചറങ്ങുന്നോടാ. എന്നിട്ട് ആളുകളെ പോലെ നേരെ തല്ലി തോപ്പിക്കണ വേലായുധനെ. അയ്യോ, മുമ്പിൽ ചെന്ന് പെട്ടവർക്കൊക്കെ കണക്കിന് കിട്ടിയിട്ടുണ്ട്. വേലായുധനെ നിങ്ങൾ പേടിച്ചാ മതി, കുറുപ്പിന് അങ്ങനൊന്നില്ല. ആക്കറ വരയ്ക്കാം. വേലായുധ കേളപ്പേട്ട പെമ്മക്കളായിട്ട് എന്താണ് കുറിപ്പ് പറഞ്ഞ? നിന്റെ കളി എന്നോട് വേണ്ട. ഇതുവരെയ്ക്കും ഒരു നേരം അടി വാങ്ങുന്നില്ല. நேரா இவரை வீழ்த்த முடியலன்னு ரெப்யூட்டேஷன் டேமேஜ் பண்றான். ஐயோ, அவரே அடிக்க போறாரு போல. பாக்குற எல்லாரும் அடிக்கிறது. ഇവനെ ഒന്നും വിടാൻ പാടില്ല കേളപ്പേട്ട. ഇവനൊക്കെ മനുഷ്യരെ പച്ചയ്ക്ക് കടിച്ചെന്ന് ജാതിയാ. കേളപ്പേന്റെ മക്കളായിട്ട് വേലായുധൻ എന്താണ് അയ്യോ, എന്റെ മോൾക്ക് കല്യാണം ഉണ്ടാക്കി തരാൻ പറഞ്ഞു ഞാൻ നിന്നോട്. നീ ആരാ എന്റെ? അവൾ പറയുന്നതിലാണോ? 12ാമത്തെ വയസ്സിൽ തുണി നനച്ചിട്ടൊരു ബന്ധം. അതും പറഞ്ഞ് ഇനി മേലാ നീ എന്റെ വീടിന്റെ പടിക്കടുത്ത് കയറി പോരുന്നു. ഇനിയും സഹായിച്ചു ഉപദ്രവിക്കല്ലേ വേലായുധ. ഒരു വയസ്സെന്റെ അപേക്ഷ. പക്ഷെ അവർക്ക് ഇരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പും പോയിடுச்சு. ടീ ബഡി, ടൊടി ബഡി. ഇതിപ്പോ ആൾക്കാർ ഓരോന്നിങ്ങനെ പറഞ്ഞു വെക്കുന്ന ഇന്നും ഇന്നലെ ഒന്നുമല്ല. അവന്റെ കൂട്ടുകൂടി നടക്കുമ്പോ കേളപ്പൻ ആലോചിക്കണ്ടേ കെട്ടിക്കാൻ പ്രായം ഒരു പെങ്കൊച്ചു വീട്ടിലുള്ള കാര്യം. അതിന്റെ നാട്ടുകാരെ തല്ലിട്ടെന്താ? അവനെ പിടിച്ച് പ്രാന്താശുപത്രിയിലാക്കി ചങ്ങലക്ക് ഇടുക വേണ്ടത്. വേലായുധനെ പറ്റി ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് നിന്റെ തലേന്ന് വരുന്ന ബുദ്ധിയാന്ന് എനിക്കറിയാം. കേട്ടില്ലേ? 24 മണിക്കൂർ കള്ളും കുടിച്ച് കിടന്ന പ്രാന്താവാണ്ടിരിക്കുവോ? രോമം കിടത്തുന്ന ചാളാവില്ലടാ. നീ ജയിച്ച വേലായുധൻ മുള്ളം കൊല്ലി വിട്ടു പോകും. നീ ചെന്നവനെയും കൊണ്ട് വിളിക്ക. എന്നാ ഞാൻ ഈ വഴിക്ക് അങ്ങോട്ട് ഇറങ്ങാം. നിന്റെ ചെകിട് അടിച്ചു തിരിക്കാൻ വേലായുധൻ അറിയാഞ്ഞിട്ടല്ല. ഈ അക്കന്റെ കൈ കൊണ്ട് വിളമ്പി തന്ന ചോറ് ഈ വീട്ടിൽ നിന്ന് ഒരുപാട് ഉണ്ടിട്ടുള്ളതാ ഞാൻ. അതുകൊണ്ടാ നിന്നോട് അങ്ങോട്ട് കയറി വരാൻ പറഞ്ഞാൽ ഇല്ല, വരില്ല വരില്ല. വേലായുധൻ ചങ്ക് തേർന്നിരിക്കുക. ഇപ്പൊ വന്നാൽ ശരിയാവില്ല. പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞു പോകും. വല്യമ്പ്യാരെ അക്കനെ കരയിക്കാൻ വയ്യ വേലായുധന്. അക്കനറിയോ എന്നോട് വീടിന്റെ പടി കയറുന്ന പറഞ്ഞ കേളപ്പേട്ടൻ. ഞാൻ തെറ്റില്ല. അക്കനറിയുടെ വേലായുധൻ ഇല്ലേ? ഞാൻ പോവാ. വേലായുധ ആരോടും നിറയേട് കാണിക്കില്ല. വല്യമ്പ്യാരെ അക്കനെ പറയാ മതി. ഞാൻ പോവാ. പിന്നെ വേലായുധനില്ലേ അവിടെ? ഉണ്ട്, ഉറക്കാം, ഞാൻ വിളിക്കാം. അണ്ണാ, 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 ആഹാ, നീ നാട്ടുകാരെ മുഴുവനെ തല്ലി തോൽപ്പിക്കുക, എന്നെ ഓടി തോൽപ്പിക്കുകയാണല്ലോ. അതാ വെളുപ്പിനെ നേരെ ഇങ്ങ് പോകുന്നത്. കാലത്തെ പല്ലി തേക്കുന്ന പതിവുണ്ടോ? ഉണ്ട്. പൊണ്ണ, ആളുകളെ സഹായിക്കുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷേ സഹായം ചോദിച്ചു വരുന്നവരെ മാത്രമേ സഹായിക്കാവൂ. അല്ലെങ്കിൽ സഹായമാണെന്ന് കരുതി ചെയ്യുന്നത് ചിലപ്പോ ഉചിതമായി. രാജാവായിക്കോ വേണ്ടെന്നല്ല, 100 മില്ലി ചാരായം അകത്ത് ചെല്ലുമ്പോഴേ നിനക്ക് രാജാവാണെന്ന് തോന്നുന്നുള്ളൂ. അതാ കുഴപ്പം. ആദ്യം കുന്നുമേൽ ശാന്തര അവിടെയുള്ള കിടപ്പ് മാറ്റേ, എന്നാൽ തന്നെ ചീത്തപ്പേര് കുറെ മാറി കിട്ടും. എന്താ പറ്റുമോ? പറ്റും. മോളെ, കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്ക്. ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ അനുസരിക്കോ
അതോ തന്നെ തല്ലി തോൽപ്പിക്കേണ്ടി വരുമോ? മോരുവെള്ളം പോരെ? ആ നന്നായി. ആ നല്ല മോര്. ആ കുടിച്ചോ. ഇന്നലത്തെ കെട്ടിറങ്ങാൻ നല്ലതാ. ബോധത്തിലിരുത്തുക. കേളപ്പൻ അറിയാലോ, ഗോപിനാഥൻ വരുന്നത് വരെ പുതുശ്ശേരി വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും വേലായുധനായിരുന്നു. കാലത്തെ എന്റെ കൂടെ നടക്കാൻ പോയി പാടത്തെയും പറമ്പിലെയും കാര്യങ്ങളൊക്കെ നോക്കും. ഒന്നും അങ്ങോട്ട് പറയണ്ട, എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളൂ. ഒരു നല്ല കാര്യസ്ഥൻ. അന്ന് അത്രയും ഞാൻ അവനെ കണക്കാക്കിയിരുന്നുള്ളൂ. പക്ഷേ അവന്റെ മനസ്സിൽ ഒരച്ഛന്റെ സ്ഥാനമായിരുന്നു എനിക്ക്. നമ്മളൊക്കെ കരുതുന്നതിലും എത്രയോ വലിയ സ്ഥാനത്താടോ അവൻ നമ്മളെ മനസ്സിൽ വെച്ചിരിക്കുന്നത്. ഇതുവരെ അറിയാതെ പോയി. ഇപ്പോ കണ്ടിട്ടും കണ്ടില്ല എന്ന് ഭാവിച്ചാൽ അത് വലിയ തെറ്റായി. അതുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് വന്നത്. അവൻ പുറത്തു നിൽപ്പുണ്ട്. മേലാലി വീടിന്റെ പടി കയറുന്ന താൻ പറഞ്ഞതുകൊണ്ട് അവൻ വേലിക്ക് പുറത്തു നിൽക്കുക. ആ കേളപ്പ, ഞാൻ പറഞ്ഞ കാര്യം രണ്ടാളും നന്നായിട്ടൊന്ന് ആലോചിക്കുക. എന്നിട്ട് നല്ലൊരു തീരുമാനത്തിലെത്തുക. എന്താ നാരായണിയമ്മേ? ഉണക്കിட்டு இருக்காரோ? പാടോ. ആ அப்படி கேட்ட மாதிரி எதுவும் பார்க்கல நம்ம. കേളപ്പേട്ടൻ എന്താ പറഞ്ഞേ? നീ തെങ്ങിന്റെ പൂക്കുലയോ കൊരലോ ഏതാണ്ട് വാറ്റി വെള്ളത്തിന്റെ അടിയിൽ എവിടെയോ വിളിച്ചു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എവിടെ അത്? ஸ்பெஷல் சரக்கு. தண்ணிக்கு வரும்போது தான் அந்த பிஜிஎம்ஏ போடுறாங்க. ഇങ്ങടാ. அது இவங்களுக்கு மட்டும் தான் வச்சிருக்காங்க இந்த சரக்கை. ഇത്രേ ഉള്ളോ? അതാ. കുപ്പിയുണ്ടോ? ഇത്രേ ഉള്ളൂ, ബാക്കിയൊക്കെ തീർന്നു. എന്നാ കുടിക്കേ, ഞാനൊന്ന് കാണട്ടെ. എന്താ വേണ്ടേ? എന്നാ ഞാൻ കുടിക്കട്ടെ. ஐயோ ஐயோ. തെങ്ങിന്റെ കൊരല് മാറ്റിയതാ വല്യമ്മേരെ. നിന്നെ നന്നാക്കി ശ്രീരാമചന്ദ്രനാക്കി കയ്യിൽ ഏൽപ്പിക്കാമെന്ന് ഞാൻ കേളപ്പനും നാരായണിക്കും വാക്കുകൊടുത്തതാ. നാളെ മുതൽ നിനക്ക് കള്ളുപിടിയും തല്ലും പിടിയും ഒന്നുമില്ല. சூப்பர். ஐயோ. നീ ലീലയെ കല്യാണം കഴിക്കാൻ പോവാ. ஓ. അവള് കൊച്ചല്ലേ വല്യമ്മേരെ. നീ കാരണം ഉണ്ടായ സങ്കടത്തിന് അതേ ഉള്ളൊരു പരിഹാരം. இவர் தான் வந்து சொல்றாரு. நான் தான் சொன்னேன்ல, உனக்கிட்டு இருக்காரு. அதான் இவருக்கு தெரியாத போய் பேசிட்டு வந்திருக்காரு. என்னது இது? பேட் ஹேபிட். ஓ, நாளையில இருந்து சொன்னனால இன்னைக்கு குடிக்கிறாரு. கடைசியா ஒரு தடவை குடிச்சுக்கிறேன். ரூல்ஸை ஃபாலோ பண்றாரு. ഒരു കുപ്പി ഇവിടെ വേണം. എന്ത് കൂടിയത്? ഇന്നത്തേക്ക് ഇത്ര മതി. വേണ്ട, വേലായുധനെ ഉപദേശിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല. ആദ്യം നിന്റെ മുഖത്തെ ആ മീശയൊക്കെ നന്നായിട്ട് കിളി. എന്താ കുണ്ടായിസ? ബോധം പോകും മുമ്പേ ഷാപ്പിൽ നിന്ന് പോണം, അതാ ചട്ടം. വാസുട്ടാ, ഇന്നിട്ടോടെ വേലായുധേട്ടൻ കുടി നിർത്തുക. നീ ഒരു കുപ്പി ഇങ്ങനെ എടുത്തോണ്ടോ. ആഹായ്. കുടിയാ കുടി நிறுத்துறேன். നിർത്തുകയാണെന്ന്. വേലായുധേട്ടൻ എന്താ പറ്റി? ഇനി കുണ്ടായുസത്തിനൊന്നുമില്ല. കള്ളുപൊടിയും തല്ലും പൊടിയും ഒക്കെ നിർത്തുകയാന്ന്. വേലായുധേട്ടൻ ഭയങ്കര അലിവ. ഇതൊക്കെ അതില്ലേ? അത് ഞാൻ ഒരു കുപ്പിയുടെ തരാം, ഇനി ചോദിക്കരുത്. அப்பாடா இதோட முடிச்சுக்கலாம் சொல்லி அவரே எடுத்துறாருன்னு. കള്ളും തല്ലുമില്ലേ വേലായുധേട്ടൻ, പിന്നെ എന്തിനു കൊള്ളാണ്? അതൊക്കെ പോട്ടേട്ടാ, വിട്, മറന്നുകളാ. മറക്കാൻ അതിന് ഓർത്തു വയ്ക്കാൻ വേറൊന്നുമില്ലല്ലോ. വല്യമ്പ്യാരും കേളപ്പേട്ടനും നീയൊക്കെയല്ലേ ഉള്ളൂടാ വേലായുധേട്ടന്. വല്യമ്പ്യാര് പറഞ്ഞ പോലെ നാളെ തൊട്ട് ശ്രീരാമചന്ദ്രനാവൻ തീരുമാനിച്ചു. ആ, നിനക്കറിയാൻ വഴിയില്ല. പണ്ട് ഈ മുള്ളംകൊല്ലി ഭരിച്ചിരുന്ന ഒരു രാജാവാ. யார் அவரு? தெரியலையே. இப்ப என்ன டேஞ்சர்னா, ആ, ചെറിയ അമ്പ്യാര്. இவரை வந்து யாராச்சும் அடிச்சாங்கன்னா திருப்பி அடிக்க மாட்டாங்க. எஸ் இல்ல இல்ல, இப்ப வந்து ഗോപി, ഗോയ്, இப்ப சரக்குல இருக்காருல, அவ்வளவு ஸ்டெடியா இல்ல. കുറുമ്പേ, കുറുമ്പേ, ആ, ഇവിടെ തന്നെ ഉണ്ടല്ലേ നമ്മുടെ ചെറിയ നമ്പ്യാരകത്തുണ്ടോ? എന്തിനാ? ആ, ഒന്ന് സ്നേഹിക്കാനാ, ഒരു ഉമ്മ കൊടുക്കാൻ. ഓഹോ. ഗോയ്, ആ, ഗോപിയെ, கோவியே. ഗോപിയെ, നീ അറിഞ്ഞ വിശേഷങ്ങളൊക്കെ? വേലായുധൻ കള്ളും തല്ലും ഒക്കെ നിർത്താൻ പോവാ. വല്യമ്പ്യാര് പറഞ്ഞു നിർത്താൻ. ഇതൊരു കേളപ്പേടിന്റെ മോളിലെ ലീല, അവളെ ഞാൻ കെട്ടാൻ പോവാ. പക്ഷെ കെട്ടിന് മുമ്പ് വേലായുധൻ ശ്രീരാമചന്ദ്രനാണ്. എങ്ങനെ? ശ്രീരാമേന്ദ്രൻ. രാമവാദം ചേരും മുമ്പേ മുകുന്ദ രാമപാഹ്യമാണ്. എനിക്ക് ചെറിയ ഒരു ആശ ബാക്കിയുണ്ട്. നീ ഒന്ന് ഇറങ്ങി വാ. വാ. വേലായുധൻ ഇന്ന് തല്ലി നിർത്തുക. അവസാനത്തെ തല്ലിന് അന്തസ്സുള്ള ഒരു ശത്രുവിനെ തേടി ഇറങ്ങിയ വേലായുധൻ. ஓ, ஒரு குடி ஒரு അടി. എല്ലാം കൊണ്ടും അർഹനായ പരമയോഗ്യനായ ഒറ്റ എതിരാളിയെ വേലായുധനുള്ളൂ. അത് നീയാ. നീ മാത്രമാ. ഇറങ്ങി വാ. ഇറങ്ങി വാടാ. ஐயோ, ஒரு ஃபுல் மொபைல் இருக்காரே, தோத்துருவாரு ஈஸியா. ഇതൊക്കെ വരാൻ പറ. ലാസ്റ്റ് അടിയാ. ഒന്നുകൂടെ തല്ലാൻ പറയരുത്. ആ, പറഞ്ഞേക്കാം. ഇറങ്ങി ഓടാൻ നോക്കണ്ട, എന്തായാലും പറ്റൂല. അത് ഭയങ്കര ക്ഷീണമാവും. ആര് കയറി വരണ അവിടെ നിന്ന് താഴെ വന്നിട്ട് അടി. കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. അവൻ ഇങ്ങോട്ട് കയറി വരിക. ഗോപിയെ. ആ, എന്നാ തുടങ്ങാല്ലേ? ഈ കാണുന്നതും ഈ കാണിച്ചിട്ടുള്ളതും ഒന്നുമല്ല നീ എന്നെനിക്കറിയാം. ഇപ്പോഴല്ല, മുള്ളംകൊല്ലിയിൽ നീ വന്നിറങ്ങിയ കാലം മുതലേ അറിയാം. എന്തൊക്കെയായാലും നീ ഇപ്പൊ പുതുശ്ശേരി വീട്ടിലെ അവിടുത്തെ ചോറ് നീ ഉണ്ടതിലും കുറെ അധികം ഉണ്ടിട്ടുള്ളതാ ഞാൻ.
ആ ഒരു സ്ഥാനം വേലായുധന്റെ മനസ്സിൽ നിനക്കുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് അടി ഞാൻ അടിക്കുന്നില്ല, നീ എല്ലാം അടിക്കണം. അങ്ങനെ പോലും ഫസ്റ്റ് അടി നീ അടിക്കുന്നില്ല, വേണ്ട ഞാൻ അടിച്ചോളാം. പക്ഷെ അങ്ങനെ പൊയ്ക്കണോ? അപ്പൊ ഫസ്റ്റ് അടി എറിയാൻ പേര് അടിക്കുന്നില്ല, ഞാൻ ஐயோ தள்ளிக்கிலே விட்டுற போறாரு. മൂപ്പരുടെ ഇഷ്ടം പോലെ ആവട്ടെ. എന്താ ஐயோ ஐயோ அவர் ஓடிட்டாரு. എല്ലാരും പറയുന്നത് നേരാ. അയാളുടെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. അല്ലെങ്കിൽ അവനെ കിടന്ന് അങ്ങനെയൊക്കെ വിളിച്ചു പോവോ? കേട്ടാൻ പോവാന്നൊക്കെ. എന്റെ 2 മക്കൾക്കും നീ യോഗം കൊടുത്തില്ല ഈശ്വര. എടീ, അവൻ നല്ലവനാ. ഞാൻ എവിടെയെങ്കിലും വീണ് ചത്തുപോയാ അവനെ കാണൂ നിങ്ങളെ നോക്കാൻ. കള്ളുകുടിയും തല്ലും നിർത്തിയ വല്യമ്പ്യാര് പറഞ്ഞതുപോലെ അവനേക്കാൾ യോഗ്യനായ ഒരുത്തനെ ഇവൾക്ക് വേറെ കിട്ടില്ല. എനിക്കത് വേണ്ട. അങ്ങനെ ഒരു ഗതി വന്നാ ഞാൻ ചത്തു കളിയുള്ളൂ. ஐயோ എന്നാ ஐயோ പോയി ചത്തോ, അതാ നല്ലത്. എടുത്ത് കുഴിച്ചു മൂടുന്ന പ്രയാസല്ലേ ഉള്ളൂ. കൂടെ നിന്റെ ചേച്ചിനും കൂടെ കൂട്ടിക്കോ. ചാകുന്നതിന് മുമ്പ് എന്റെ മോള് ഇതും കൂടി കേട്ടോ. ഈ വീടിന്റെ ആധാരം കുറുപ്പിന്റെ പണയപ്പെട്ടിരിക്കുക. നിന്റെ ചേച്ചിയുടെ കല്യാണം നടത്താൻ വാങ്ങിയ കടം அது என்னாச்சு அப்புறம்? അയാള് വന്ന് ഇറക്കി വിടാത്തത് വേലായുധനെ പേടിച്ചിട്ടാണ്. നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ആ വിഷമം നോക്കേണ്ട കാര്യമില്ല. ഏതായാലും ചാവാ തീരുമാനിച്ചതല്ലേ. പൊയ്ക്കോ, എങ്ങോട്ടാന്ന് വെച്ചാ പൊയ്ക്കോ. ആരും ചോദിക്കാനൊന്നുമില്ല. എന്നാലും ഇങ്ങനെ കണ്ണിച്ചോരയില്ലാണ്ടാവരുത്. ഇത്രയും കാലം ഇവിടുത്തെ അറിയത്ത് കിടന്നല്ലേ. ഇറങ്ങി പോകുമ്പോ ഒരു വാക്ക് ശാന്തിയോട് നേരത്തെ പറഞ്ഞാലെന്താ? അതിന് പോവാൻ അങ്ങനെ നേരത്തെ തീരുമാനിച്ചതൊന്നുമല്ല. പിന്നെ ഞാൻ എങ്ങനെ പറയുന്നത്? ഇപ്പൊ പോവാൻ ഇപ്പൊ തീരുമാനിച്ചേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ? അതെന്താ നീ മനസ്സിലാക്കാത്ത? എനിക്ക് ഈ പുല്ലാരൊന്നും കേൾക്കണ്ട. പൊയ്ക്കോ. പോണ്ടെന്ന് പറയാൻ ഞാൻ അണ്ണന്റെ പെമ്പർന്നൊത്തിയൊന്നും അല്ലല്ലോ. വഴിപഴച്ചു പോയ ഒരു പെണ്ണിനെ സംരക്ഷിക്കുക, അവളെ നേർവഴിക്ക് നടത്തുക, അതൊക്കെ നാട്ടുകാരുടെ കണ്ണിൽ വലിയ തെറ്റാ ശാന്തേ. വേലായുധം വെറും പൊട്ടൻ, അതൊന്നും അന്നേരം അറിയില്ലായിരുന്നു. எங்க கிளம்புறாரு இவரு? அவங்க அப்பா தான் சொல்லிட்டார்ல, இவங்களோட ஃப்ரெண்ட்ஷிப் கட் பண்ணணும், சரக்கு அடிக்க கூடாது, க்ளீன் பாயா மாறணும். அடித்தடி இருக்க கூடாது. இந்த பாட்டு இப்பதான் வருதோ? மின்மினி பூச்செல்லாம் காமிச்சிட்டு இருக்காங்க. ஐயோ ஐயோ, ஏன் ஏன் ஏஜ் கேப், அதனால ப்ளஸ் குடிகாரன் ப்ளஸ் வந்து ரவுடி, அதனால அவங்களுக்கு வேணாம். ப்ராக்டிக்கல் ரீசன்ஸ். ഈശ്വരാ, ഭഗവാനെ രക്ഷിക്കണേ. காப்பாத்து சொல்லிட்டு யாரு பசா ஆக போறாங்க? കണ്ണുള്ള കുഞ്ഞി அவங்க சொல்லியிருந்தாருல்ல, அவங்க மலை மேல போயிட்டு ஏதோ சம்திங் வந்துட்டு தனியா இருக்கணும் அப்படிங்கிற மாதிரி சொல்லியிருந்தாங்க. அது இல்லையே. നക്ഷത്രലോകമില്ലെങ്കിൽ യാക്ഷി, നീയോ? നീ എന്തിനാ എവിടെ വന്നിരിക്കുന്നത്? കാര്യം പറ. എന്തിനാ കരയുന്നേ? എനിക്ക് പേടിയാ. പേടിയുള്ളവരിങ്ങനെ ഇരുട്ടത് ഒറ്റയ്ക്ക് ഇരിക്കാ? അതല്ല, എനിക്ക് പേടിയാ. കല്യാണം കഴിക്കണ്ട. കരയണ്ട. നിനക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം നടത്താൻ ഞാൻ കൂട്ടുവയ്ക്കില്ല. പോരെ? വല്യമ്പേരല്ലേ പറഞ്ഞേ? സൗകര്യം പോലെ ഞാൻ പറഞ്ഞോളാം വല്യമ്പേരോട്. ഇത് പറയാ ഈ രാത്രി ഇങ്ങോട്ട് വരണം, നേരം വെളുത്തിട്ട് പറഞ്ഞാ പോരെ? അല്ല, അതിന് ഞാനിവിടെ ഉണ്ടാവും നിന്നോട് ആരും പറഞ്ഞു? ആരും പറഞ്ഞില്ല. പിന്നെ ആത്മഹത്യ. ചാവാൻ വന്നതാ. ചാവാൻ? എന്തിനാ ചാവുന്നേ? പൊട്ടിക്കളി. ஐயோ, வேற யாராச்சும் பாத்துட்டாங்களா? എനിക്ക് ഇരുട്ട് പേടിയാ. ഇരുട്ട് പേടി, വേലായുധനെ പേടി, ആത്മഹത്യയെ മാത്രം പേടിയില്ല. നടക്കാം, ഞാൻ കിടക്കാം. എന്നാ പിന്നെ നിനക്ക് വീടിനടുത്തുള്ള വല്ല മരത്തിലോ കൊമ്പിലോ കെട്ടിത്തൂങ്ങി ചത്താ പോലെ. ഈ പുഴയെ ചാടി ചാവുന്ന വിദ്യ அதானே, ആരും പറഞ്ഞില്ല. ഇത് ഇങ്ങോട്ട് എങ്ങനെ തനിയെ വന്നു? சாகத முடிவு பண்ணிட்டேன், விஷத்தை குடிச்சு செத்துடணும், தூக்கு மாட்டி செத்துடணும். மலை மேல போய் எகிரி குதிச்சு சாகிற அளவுக்கு தைரியம் இருக்குன்னா അതിന് ബുദ്ധിയും ധൈര്യവും ഒക്കെ വേണം. നിനക്കാണെങ്കിൽ അത് രണ്ടുമില്ല. ഇപ്പൊ മനസ്സിലായ? ചെല്ല്, പേടിക്കണ്ട. നീ ഉമ്മറത്തെത്തിയിട്ടേ ഞാൻ പോകും. ചെല്ല്.
ഒരുവേള ഇവൻ നല്ലവൻ താനോ? ഇതൊന്നും വേറെ ആരും അറിയണ്ട. നാണക്കേടാ നിനക്കല്ല എനിക്ക്, കേട്ടോ. വെക്കോ. നീ ഇപ്പോ അമ്മയുടെ തോണിപ്പുരയിലാ കിടപ്പെന്ന് കേട്ടു. അതെ. വീണ്ടും കെട്ടി അവളെ കൊണ്ട് അങ്ങോട്ടാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്? ഒരു വീട് വെക്കണമെങ്കിൽ കാശൊക്കെ കരുതിയിട്ടുണ്ടോ? കാശൊക്കെ ഉണ്ടാക്കാം. ആ, എന്നിട്ട് എവിടെ വെക്കാൻ പോകുന്നത്? അത് ഈ പറമ്പിൽ പറ്റുമോ? പറ്റുമെങ്കിലേ എത്രയാന്ന് വെച്ചാൽ എടുത്ത് വളച്ചൊരു പേര് കിട്ടി പണി ഉണയ്ക്കോ. പുതുശ്ശേരി ഉമ്മറത്തിരുന്ന് നോക്കിയാൽ എനിക്ക് കാണാൻ പാകത്തിൽ വേണം നിന്റെ വീട്. വലിയ പേര് എന്താടോ? വലിയ പേരെ ലീലയ്ക്ക് യോഗ്യനായ വേറൊരാളെ കണ്ടുപിടിച്ചാ പോലെ വല്യമ്പേര് വിചാരിച്ചാൽ നടക്കും. എന്നെ അവർക്ക് ഇഷ്ടമാവില്ല എന്ന് അവള് പറഞ്ഞോ? അത് പറഞ്ഞില്ല. എന്നാലും ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമായിക്കോളും. നീ ഞാൻ പറയും പോലെ കേട്ടാ മതി. മനസ്സിലായോ? ചായ വെള്ളം എന്തേലും വേണ്ട, ഒരു പിന്നമ്പുറത്തേക്ക് ചെല്ലും. എന്താ ഇവിടെ പറമ്പിലൊരു കൂടിക്കാഴ്ച വേലായുധനുമായിട്ട്? വേലായത്തിന് വീട് വെക്കാൻ സ്ഥലം കൊടുക്കുക. വാഴത്തോട്ടിൽ എത്ര ജോലിക്കാരുണ്ട് ഗോപി? 17. ആ, നീ ഇരിക്കെ ഊണ് കഴിച്ചിട്ട് പോ. அவரை மதிக்கிறாரு, ஏன் இவரை மட்டும் இதா பண்ணிக்குது? ഈ ഒരു ബാഡ് ഗൈ. എന്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് നീ ആ പറമ്പിൽ വീടും കെട്ടി പെണ്ണും പിടക്കോഴിയായിട്ട് താമസിക്കും അല്ലേ? கரெக்டா தான், இவர் அடிச்சாலும் அவருக்கு பிரச்சனையாகும்ல. ഇവര് പെരിയവർ வந்து நல்லவர், அதனால ரெஸ்பெக்ட் பண்றாங்க. എടോ, சின்னவரானா ரொம்ப നാട്ടുകാരെ പേടിപ്പിക്കുന്ന ഒരു കത്തി തന്റെ കയ്യിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നെഞ്ചത്ത് കുത്തിയാൽ പുറം തുളച്ചു വരുന്ന ജാതി ഒരു കത്തി. എനിക്കതൊന്ന് കാണണം. வச்சிருக்காரு. ഇതാണോ? എടോ, ഇത് അടയ്ക്ക ചുരുണ്ടാൻ പോലും ഇല്ലല്ലോ. പൂജിച്ചു തരട്ടെ. നിന്റെ കൈ ധരിക്കാതിരിക്കാനാ. നീ ആരെയും തല്ലില്ല, കുടിക്കില്ല. ஆஹா, സുബ്രഹ്മണ്യൻ സാക്ഷിയായി ലീലയ്ക്ക് വാക്ക് കൊടുക്കുക. ഇങ്ങ് അടുത്ത് വാങ്ങോടെ. ആരാരുടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, ദൈവമാണ്. ഇവന് നല്ല ബുദ്ധി കൊടുക്കാൻ പ്രാർത്ഥിക്കും. ഇതവന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുക. ആ കൈ നീട്ടിക്കൊടുക്കടോ. மறுக்க முடியாத நிலைமையில் இருக்காங்க ரெண்டு பேரும். ഒന്നുമില്ല. വേലായുധന്റെ വാക്ക് വേലായുധന്റെ ദൈവ തെറ്റി നടക്കില്ല. കെട്ടിക്കോ. இங்க இருந்துதான் ஏதோ டேஞ்சர் ஆரம்பிக்க போகுதுன்னு தோணுது. எனக்கும் அப்படிதான் தோணுது. ഇപ്പൊ തൊട്ട് വേലായുധന്റെ വ്രതം. വല്യമ്പ്യാർക്ക് വേലായുധം കൊടുക്കുന്ന വാക്ക് കുടിക്കില്ല. ആരെയും തല്ലില്ല. ഈ വ്രതം തെറ്റേണ്ടി വന്നാൽ, ആരെങ്കിലും ഇനി തല്ലേണ്ടി വന്നാൽ, പിന്നെ വേലായുധം നിങ്ങളുടെ ആരുടെ മുന്നിൽ വരില്ല. ഈ മുള്ളംകൊല്ലി വിട്ട് എങ്ങോട്ടെങ്കിലും പോകും. Something is not okay. കുട്ടിക്കാലത്ത് ഒരു മുട്ടായിക്ക് പോലും മോഹിച്ചിട്ടില്ല. കിട്ടില്ല. കിട്ടാതാവുമ്പോ സങ്കടാവും. ഊരും പേരും അറിയാത്ത അനാഥ ചെക്കന് മുട്ടായി കൊതി പോലൊരു മോഹം. അതായിരുന്നു ജാനകി. ജാനകിയെ കല്യാണം കഴിക്കുന്നതൊന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. தேவயானியா? ഒരിക്കലും അവൾ കൈ നീട്ടി തന്നപ്പോ ആ കയ്യിലൊരു മുത്തം കൊടുത്തു. അതിന് കിട്ടിയ ശിക്ഷ അന്ന് ആരൊക്കെയോ മുജ്ജന്മത്തിലെ പക തീർക്കും പോലെ തല്ലി. വല്യമ്പ്യാരുടെ മുന്നിൽ ചെല്ലാൻ പേടിച്ച് അമ്പലത്തിലെ ആൽത്തറയിൽ കിടന്ന് പനിച്ചു വിറച്ചു. അന്ന് എന്റെ നെറ്റിയിൽ ഉപ്പു തുണി നനച്ചിട്ട് എന്നെ മടിയിൽ കിടത്തി എന്റെ മുടിയിൽ തലോടി ഉറക്കി ആ കേളപ്പേട്ടന് ഞാൻ കാരണം ഇപ്പൊ ഉണ്ടായ സങ്കടം ജീവൻ കൊടുത്തു അത് തീർക്കേണ്ടവനാ വേലായുധൻ. അതിന് ലീലയെ കിട്ടുന്നതാ പരിഹാരമെങ്കിൽ അങ്ങനെ. അത്ര ഞാനിപ്പോ ചിന്തിക്കുന്നുള്ളൂ. ரூல் ரீரைட் பண்ணிருக்கலாமா? கயிறு இருக்க வரைக்கும் அவர் யாரையும் அடிக்க மாட்டாரு. கயிறு கலண்டு வெளில போகுது, அடிச்சுட்டு ஒரு வெளில போறாரு. ஐயோ, എന്താമത്? കടവത്തേക്ക് ഒന്ന് വന്നു നോക്കി. വേലായുധനെ കൊണ്ട് ആരും തല്ലൂലാന്ന് സത്യം ചെയ്യിച്ച നിങ്ങളല്ലേ? ഇന്നലെ രാത്രി ഉറങ്ങിക്കെടുക്കുന്ന മോനെ ആരൊക്കെ 4-5 മക്കളൊന്ന് തല്ലി കോല കെട്ടിയിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് അവൻ തിരിച്ചടിച്ചില്ല. ഒരു സാധു വല്യമ്പേരെ പൊട്ടനാ. ഏലും നെറിയും കെട്ടുന്ന ആടാ. ഇങ്ങനത്തെ വലിയ സത്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യിക്കല്ലേ. ആരാണത് ചെയ്തത്? ഏതൊക്കെ ഊച്ചാളികള്. വേലായുധനൊന്നും നേരെ നോക്കിയാൽ നിന്ന് മുമ്പിൽ തൂറി പോണ ഊച്ചാളികളെങ്ങനെ പിന്നെ കുത്തോളൂ. தெரியுது. ദേശം കിടന്നോ അത് കൂടിക്കാണ്ട് പോയി മാറേ. കുറച്ച് കാറ്റും വെച്ച് വന്നോട്ടെ. കാഴ്ചാണോ വന്നിട്ടുള്ളത്? അവര് ശരിക്കൊന്ന് കണ്ടോട്ടാ മതുക്ക. എല്ലാവരുടെയും കുറെ കാലമായിട്ടുള്ള ആഗ്രഹമല്ലേ വേലായുധൻ ഇങ്ങനെ മഞ്ഞമ്പേര്. അങ്ങനെ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. കാലിനും കഴിക്കാൻ ചെറിയതായിട്ടൊരു വേദന. എല്ലിന് പൊട്ടുണ്ടല്ലോ. അമ്മതെ, വൈദ്യനെ വിളിക്കാൻ ആള് പോയോ? കേളപ്പാട്ട് പോയിട്ടുണ്ട്. നന്നായൊന്ന് എണ്ണയിട്ട് തിരുമി ആ പുഴയിലോട്ട് ഇറങ്ങി എല്ലാം മാറിക്കോളും. അത്രയ്ക്കൊക്കെ ഉള്ളു. എന്താ പറയാ, സുഹൃത്തന്നല്ലേ? ആ പല്ല് വന്നോ? ഈ സ്ഥലത്തെത്തിയത് ഇന്നലെ രാത്രി. അപ്പൊ പണിയൊപ്പിച്ച നീ ആയിരുന്നല്ലേ? ഞാനൊന്നും അറിഞ്ഞില്ല. ചെറിയ എംപിയാരില്ലേ? വെടിവെക്കാൻ ഇറങ്ങുമ്പോ നോക്കിയും കണ്ടൊക്കെ വേണേ നമ്പ്യാരെ. മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാൻ പോയി കണ്ടു.
ഇനി അവൻ നേരെ നിൽക്കണമെങ്കിൽ കുറച്ചു കാലം പിടിക്കും. മനസമാധാനമായിട്ട് കിട്ടാക്കുട്ടി കടകളൊക്കെ പിരിക്കാം. ചെറിയ നമ്പേരെ കുറച്ച് കാശും കൂടെ തരികയാണെങ്കിൽ ചിട്ടിക്കമ്പനി ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കുകയും ചെയ്യാം. എന്നാലും രാത്രി ഉറക്കത്തിൽ ചെന്നടിച്ചതാ ഒരു ചെറിയ പകല് നേരെ നിന്നതുപോലെ ചാമ്പിയിരുന്നേ. 8 10 പേരായിരുന്നാലും കുഴപ്പമില്ല, ഒരു വെയിറ്റ് ഉണ്ടായത്. ഇതിപ്പോ നാട്ടുകാര് കുറച്ചു പേർക്കെങ്കിലും അവനോടൊരു സിമ്പതി കുടുങ്ങിപ്പോയി. അച്ഛൻ പറഞ്ഞ് ചോറ് കൊണ്ട് തരാൻ. അമ്മതൊക്കെ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അകത്ത് വെച്ചേക്ക. അമ്മേ പാവല്ലേ അമ്മേ, എന്നെ നോക്കി ചിരിച്ച്. ഞാനൊന്ന് ചെന്ന് വർത്താനം പറഞ്ഞിട്ട് വരട്ടെ. അഞ്ചെട്ട് ആൾക്കാരൊക്കെ കൂടി വന്ന് തല്ലുമ്പോ അരയിലുള്ള കത്തി ഒരു കുത്ത. എന്താ ചെയ്യാന്? ആ കത്തിയോട് കുത്തി കൊല്ലാനൊന്നും പറ്റില്ല മോളെ. ആകെ അടക്കി ചേർന്ന പാകത്തിൽ. അമ്മേ അത് കുത്തിക്കൊല്ലാനുള്ള കത്തിയല്ല, അടക്കാച്ചാണ്ടാനുള്ള കത്തിയാന്ന്. ആഹാ ഇല്ലേതായി. കൃഷ്ണൻ ഈ നേരത്തൊക്കെ റേഷൻ കടയിലായിരിക്കോ അതോ വീട്ടിൽ കാണും? റേഷൻ കടയിൽ കാണും. പേടിച്ച് പേടമാനിന്റെ കണ്ണ് കണ്ടിട്ടുണ്ടോ കുറുപ്പേതാൻ? കുറുപ്പ് കാട്ടിലൊന്നും അധികം പോകാറില്ലല്ലോ. നായാട്ടിന് പോണവര് കണ്ടു കാണും. അപ്പൊ കുറുപ്പിന് നായാട്ടിലൊന്നും വലിയ കമ്പമില്ല. അതൊരു പാവം പെണ്ണാണ് നമ്പ്യാരെ. എങ്ങനെ വേലായുധനെ തല്ലിക്കിടത്തിയാൽ നിത്യവും ഓരോ കുഴക്കട്ട ഉണ്ടാക്കി തരാന്നായിരുന്നോ അന്ന് കുറുപ്പ് പറഞ്ഞത്? ചിട്ടി ഫണ്ടിന് കാശ് കടം വാങ്ങുമ്പോ അവളുടെ വീടും പറമ്പിന്റെ ആധാരം കയ്യിലുണ്ടോ? അതൊക്കെ ഉണ്ട്. ആ അതുണ്ടായാൽ മതി, ബാക്കി ഞാൻ പറയാം. മോളെ കിണറ്റിലേക്ക് എന്തി നോക്കല്ലേന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ? അമ്മ ആ മീൻ വലുതായോ നോക്കിയതാ. എന്ത് പിന്നെ മോള് കൊണ്ടിട്ടത്? അമ്മേ ഇല്ലേച്ചി. വാ മീനെ ഞാൻ കാണിച്ചു തരാട്ടോ. അയ്യോ ഇത് ഭയങ്കര ആളല്ലേ, അപ്പൊ എങ്ങനെ മീനെ കാണുവോ? നീ എന്താ പതിവില്ലാതെ ഈ വഴിയൊക്കെ? ഹേയ് ഒന്നുമില്ല. ഇനി മോള് കുറച്ചേരം അപ്പുറത്ത് പോയി കളിച്ചോട്ടോ. ജാനകി അടുത്തോട് ഒരു കാര്യം ചോദിച്ചാ ഉള്ളത് പറയോ? പറയാൻ പറ്റുമോ നോക്കട്ടെ. ജാനകി അടുത്തേക്ക് വേലരാട്ടിന് ഇഷ്ടമായിരുന്നല്ലേ പണ്ട്? എന്താ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? ഇഷ്ടായിരുന്നു അല്ലേ? പിന്നെന്താ നിങ്ങൾ കല്യാണം കഴിക്കാതിരുന്നേ? അതൊക്കെ കുട്ടിക്കാലത്തുള്ള ഓരോ കാര്യങ്ങളെന്നല്ലാണ്ട് ഞാൻ അതങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ഇവിടെ ഒരു കൂട്ടാൻ വെക്കുമ്പോ കൂടെ കൃഷ്ണേട്ടന്റെയും മോളുടെ ഇഷ്ടം എന്നല്ലാണ്ട് എന്റെ ഇഷ്ടം എന്താന്ന് പോലും ഞാൻ ആലോചിച്ചിട്ടില്ല. കുറച്ച് കഴിയുമ്പോ നിനക്കതൊക്കെ മനസ്സിലാവും. വേലയിട്ടേട്ടൻ ആള് ശരിക്കും ഒരു പാവല്ലേ ജാനകി? എനിക്ക് മുഖത്തേക്ക് നോക്കാൻ തന്നെ പേടിയായിരുന്നു. നിന്റെ ചോദ്യത്തിന്റെ കാര്യം എനിക്ക് എന്തായാലും ഒരു കാര്യത്തിൽ നിനക്ക് അയാളെ വിശ്വസിക്കാം. ഏത് പാതിരാക്കി ഇറങ്ങി നടന്നാലും വേലായുധന്റെ പെണ്ണിനോട് ഒരാളും അനാവശ്യം പറയില്ല. ആരും നിന്റെ മാനത്തിന് വില പറയില്ല. നിങ്ങൾക്ക് കാണാനാ മലയാളത്തിൽ എഴുതി വെച്ചാൽ എങ്ങനെ എന്നാ പുരിയോ? തമിഴ് എഴുതി അപ്പൊ പുരിയോ? ആ ബോർഡിന്റെ കാശും കൂടെ പോയി കൂട്ടിയാൽ മതി ഉണ്ണിയാരെ. മുള്ളംകൊല്ലിയിൽ ഇപ്പൊ നീർക്കോലികൾക്കൊക്കെ വിഷം വെക്കുന്ന കാലല്ലേ, വെറുതെ വർത്താനത്തിന്. എല്ലാരും പ്രശ്നം പண்றாங்க. എന്റെ കാശ് കൊടുത്തിട്ടാണ് ഞാൻ കുടിക്കണേ. നീ ആരാ? ഉണ്ണിയുടെ കടുപ്പത്തിലൊരു ചായ. സൈനവാ മോളെ സൈനവാ. എന്റെ പാപ്പ ഞങ്ങളെ രണ്ടാൾ പേടിച്ചിട്ട് ശ്വാസം പോയില്ലെന്നേ ഉള്ളൂ. കൊറേ നേരമായി ആ റോട്ടുമ്പിൽ കുറച്ച് ആൾക്കാര് ഇവിടെ അല്ലെന്നാ തോന്നുന്നേ. കൂട്ടം കൂടിയെന്ന് ചില പാട്ടും ഇങ്ങോട്ട് നോക്കി ചൂട് അടിക്കലും പോയിന്നാ തോന്നുന്നേ. കാഴ്ചയുടെ വില അറിയില്ല എന്ന് പറയുന്നത് നേരാ. ആ വേലായുധനുള്ളപ്പോ ബച്ചകൾക്കൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു, അപ്പൊ അതും പോയി. அவர் நைட்டு ஃபுல்லா வந்துட்டு லைட் வச்சிட்டு ரோமிங் இருக்காருப்பா. ആ കൃഷി ഓഫീസർ 3 മണിക്കല്ലേ വരാന്ന് പറഞ്ഞത്? അതെ. എന്നാ നീ ആ പുഞ്ചപ്പാടത്തേക്ക് ചെല്ല്, ഇവിടെ ഞാനുണ്ടാവും. ചെറിയ ഞാൻ കൂപ്പി പോയി നോക്കിട്ട് വരുവാ. കൂപ്പിലെന്താ വിശേഷം? അല്ല കുറച്ച് കാശിന്റെ അത്യാവശ്യത്തിനായിരുന്നു. ഒരു 10,000 റുപ്യ ആ വെളുത്തെടുത്ത് കാണിക്കാം. അവിടെ കെട്ടിയോ ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞ് ആശുപത്രി കിടക്കണം. അയ്യോ കുറച്ച് കാശ് കിട്ടിയിരുന്നേ അവളുടെ പണ്ട് ഇങ്ങി വാങ്ങി വെക്കായിരുന്നു. തനിക്കിങ്ങനെ കാശ് വന്നിട്ട് എനിക്കെന്ത് കാര്യം? ഇതിപ്പോ കൊറേ ആയല്ലോ. ജാനകിയുടെ കാര്യമില്ലേ, ഞാൻ അതിങ്ങനെ ഒരു റൂട്ട് ഒപ്പിച്ചോണ്ട് വരികയല്ലേ. കിരിയെ നല്ലൊരു കൊല നോക്കി മാറ്റി വെച്ചേക്കണം, ഒരാൾക്ക് കൊടുക്കാനാ. ആ റൂട്ട് കൊള്ളാമല്ലോ നമ്പ്യാരെ, വാഴക്കൊല. ഇത് മതിയാവോ? ആ നീ അത് നമ്മുടെ റേഷൻ കട കൃഷ്ണന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്ക്, ഞാൻ തന്നുവിട്ടാന്ന് പറഞ്ഞാ മതി. ഓ ആ
അവൻ ഈ വക കാര്യത്തിലൊന്നും ഇടപെടുത്തണ്ട. പോലെ ഞാൻ കൊണ്ട് കൊടുത്തോളാം. അതെ, റേഷൻ കട കൊണ്ട് കൊടുത്താൽ മതിയോ അതോ വീട്ടിൽ കൊണ്ട് കൊടുക്കണോ? വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണോ? ഓ, അപ്പൊ അത് തന്നെ കാര്യം. ചെറിയ നമ്പ്യാരെ, അമ്മേ ദേ ഇത് ഇവിടെ തരാൻ ചെറിയ നമ്പ്യാര് തന്നു വിട്ടതാ. എന്തിനത്? അതിപ്പം ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് സഹായിക്കുന്ന ആളാണല്ലോ. മൂപ്പർക്ക് എന്തെങ്കിലും തോന്നി കാണും. തൽക്കാലം ഞങ്ങൾക്ക് കഴിഞ്ഞുകൂടാനുള്ളതൊക്കെ ഇവിടെ ഉണ്ടെന്ന് നിന്റെ ചെറിയ നമ്പ്യാരോട് ചെന്ന് പറ. ഇതൊന്നും ഇവിടെ വേണ്ട. കൊല വേണ്ടെങ്കിൽ വേണ്ട. ഈ കിഴങ്ങിന്റെ എടുത്തോണ്ട് പോടോ. കോടി ഓ, വേലായുധനെ സഹായിക്കാം. ഈ ഒരു മൂട് കിഴങ്ങ് കൊണ്ട് വന്നാലേ ഉള്ളൂ പ്രശ്നം. തെണ്ടി കീരി നായിന്റെ മോനെ, എന്റെ വീട്ടിൽ കയ്യറാ നായ. ஐயோ இவரு ரூல் போட்டிருக்காரு இவங்க கல்லுக்கடையில இதெல்லாம் சண்டை போடுவாங்க. ஆனா ரூல் போட்டனால இப்போ ஒன்றும் பண்ண முடியாது. இப்ப அந்த கயிறு அவங்க அப்பாவே கால். ஐயோ நான் வேகமா ஒரு ஆக்ஷன் எதிர்பார்த்துக்கிட்டு இருக்கேன். என்ன சோதிக்கிறாங்க. சான்ஸே இல்லை. നിന്റെ പടി. இது இன்னும் எக்ஸ்ட்ரீம் போகும். போச்சு, அவருக்கு ஏதோ ஆகுதுன்னு நினைக்கிறேன். ஐயோ, குத்திருச்சு. നീ ഇങ്ങോട്ട് ഓടിക്കയറി വരുന്ന ആരെങ്കിലും കണ്ടോ? തൽക്കാലം നീ ആ വടക്കേപ്പുറത്ത് തേങ്ങാപ്പുര പോയി വിളിച്ചോ. എന്താ വേണ്ടെന്ന് ഞാൻ ആലോചിക്കട്ടെ. നീ പേടിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. ഓ, അവൻ ചത്തോ? ഞാൻ അന്വേഷിച്ചോളാം, നീ പോയിക്കോ. தேங்க்யூ ஃபார் வாட்சிங் பார்ட் 3. நம்ம அடுத்த பாட்டில் சந்திப்போம். Bye bye. பாய்.